വീട്ടുകാർ ആശുപത്രിയിൽ പോയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കൂനമ്മാവിൽ വൻ മോഷണം. കോട്ടുവള്ളി കൂനമ്മാവ് പള്ളിക്കടവ് റോഡിലെ ട്രാൻസ്ഫോമറിന് സമീപം ചുള്ളിക്കാട്ട് ദേവസിയുടെ വീട്ടിലാണ് പട്ടാപ്പകൽ കവർച്ച നടന്നത്. 14 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയുമാണ് മോഷ്ടാവ് അപഹരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. 3 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയ ഇവർ അടുക്കളവാതിൽ തകർന്നു കിടക്കുന്നത് കാണുകയും തുടർന്നുള്ള പരിശോധനയിൽ സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി തിരിച്ചറിയുകയുമായിരുന്നു. വീടിന്റെ പിന്നിലൂടെ തന്നെയാണ് മോഷ്ടാവ് സ്ഥലം വിട്ടതെന്ന് പോലീസ് സംശയിക്കുന്നു. മോഷണം നടന്ന ഭാഗത്ത് CCTV ക്യാമറകൾ ഇല്ലെങ്കിലും സമീപത്തെ ക്യാമറകൾ വാരാപ്പുഴ പോലീസ് പരിശോധിച്ചു വരികയാണ്. വെള്ളിയാഴ്ച ഉച്ചയോടെ ഒരാൾ 3 തവണ വീടിന്റെ പരിസരത്ത് കൂടി നടക്കുന്നതായി കണ്ടതായി ഒരു സ്ത്രീ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സമീപത്തെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയും മോഷ്ടാവിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ തലസ്ഥാനത്ത് വൻ പ്രതിഷേധം. 3 പതിറ്റാണ്ടായി തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക മുഖമായിരുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൊച്ചിയിലേക്ക് മാറ്റാൻ സർക്കാർ ഒരുങ്ങുന്നതായി സൂചന. മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ 100 കോടി രൂപ ചെലവിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്നും അതിൽ IFFKക്ക് സ്ഥിരം വേദി ഒരുക്കുമെന്നുമുള്ള ബജറ്റ് പ്രസംഗത്തിലെ പരാമർശമാണ് ചലച്ചിത്ര പ്രേമികളെയും തലസ്ഥാന കൂട്ടായ്മകളെയും ചൊടിപ്പിച്ചത്. പാനൂർ അധ്യാപികയുടെ ആത്മഹത്യ. ഒളിവിലായിരുന്ന ആൺസുഹൃത്ത് ശരൺ പോലീസ് പിടിയിൽ. കണ്ണൂർ പാനൂർ സർവകലാശാല ഗസ്റ്റ് അധ്യാപിക ആദിത്യ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിയായ ആൺസുഹൃത്ത് പോലീസ് പിടിയിൽ. മോകേരി വള്ളങ്ങാട് സ്വദേശിയായ ശരണിനെയാണ് പാനൂർ പോലീസ് പിടികൂടിയത്. ആദിത്യയുടെ മരണത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ആൺസുഹൃത്തായ ശരണിന്റെ ക്രൂരമായ മർദ്ദനവും അതിനെ തുടർന്നുണ്ടായ കടുത്ത മാനസിക വിഷമവുമാണ് ആദിത്യയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ജന്മദിനത്തിൽ രാഹുൽ ഗാന്ധിയെ പരശുരാമനാക്കി കോൺഗ്രസ് പ്രവർത്തകരുടെ പൂജ വിമർശിച്ച BJP. രാഹുൽ ഗാന്ധിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടന്ന ഒരു വേറിട്ട പൂജ ഇപ്പോൾ രാജ്യവ്യാപകമായി വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഭഗവാൻ പരശുരാമനായി ചിത്രീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പൂജയ്ക്കെതിരെ BJP കടുത്ത ഭാഷയിൽ രംഗത്തെത്തി. ഇത് ഭഗവാൻ പരശുരാമനെ അപമാനിക്കുന്നതാണെന്നും അംഗീകരിക്കാനാവില്ലെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ബ്രജേഷ് പതക് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ പരശുരാമനെ അപമാനിച്ചുവെന്നാരോപിച്ച കോൺഗ്രസ് വക്താവ് പ്രദീപ് ഭണ്ഡാരിയും രംഗത്തെത്തി. ബജറ്റിൽ നിരാശയെന്ന് പ്രൈവറ്റ് ബസ് ഉടമകൾ. പ്രതിദിനം 6,000 രൂപ വരെ നഷ്ടം. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ പ്രഖ്യാപനം നിരാശാജനകമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. പ്രൈവറ്റ് ബസ്സുകൾക്കുള്ള 50% നികുതി ഇളവ് കൊണ്ട് ഗുണമില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ പ്രതികരിച്ചു. സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സിൽ വളരെ കുറവാണ്. ജൂലൈ 1 ശേഷം ഓടാൻ കഴിയാത്ത അവസ്ഥ വരും. ഉദ്ദേശിച്ച പാക്കേജുകളൊന്നും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. സ്വകാര്യ ബസ്സിലും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കണം. അതിന്റെ പണം സർക്കാരിൽ നിന്ന് ലഭിക്കണം. അല്ലെങ്കിൽ KSRTC സർവീസ് നടത്തുന്ന റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് നിശ്ചലമാകും. പ്രിയദർശിനി സർവീസ് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് 1000 മുതൽ 6,000 രൂപയുടെ നഷ്ടം പ്രതിദിനം ഉണ്ടായിട്ടുണ്ടെന്ന് T ഗോപിനാഥൻ പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ മുഹമ്മദ് ഹനീഷിന് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണമെന്നും ഇല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മുഹമ്മദ് ഹനീഷിനോട് കോടതിയിൽ ഇന്ന് ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ബജറ്റിന്റെ തിരക്കിലായതിനാൽ എത്താൻ കഴിയുമെന്ന് കോടതിയിൽ ഹനീഷ് അറിയിച്ചു. PM ശ്രീ പദ്ധതി UDF സർക്കാരിന്റേത് മലക്കം മറിച്ചിൽ. കടുത്ത വിമർശനവുമായി സമസ്ത AP വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സംസ്ഥാന UDF സർക്കാരിന്റെ തീരുമാനം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ പൈതൃകത്തെയും മതേതര താല്പര്യങ്ങളെയും അട്ടിമറിക്കുന്നതാണെന്ന് സമസ്ത AP വിഭാഗം മുഖപത്രമായ സിറാജ് എഡിറ്റോറിയലിലൂടെ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പദ്ധതി മതേതര വിരുദ്ധമാണെന്ന് വാചാലരായവർ അധികാരത്തിലെത്തിയപ്പോൾ സാമ്പത്തിക ബാധ്യതകളുടെയും സാങ്കേതികത്വത്തിന്റെയും പേര് പറഞ്ഞ് നിലപാട് മാറ്റുന്നത് രാഷ്ട്രീയ മര്യാദകേടാണെന്ന് സമസ്ത വിമർശിച്ചു. മുന്നിൽ പുതിയുഗ കേരളം. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വികസന കുതിപ്പിലേക്ക് നയിക്കുന്ന സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനകാര്യ ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആരംഭിച്ച ബജറ്റ് പ്രസംഗത്തിൽ കിഫ്ബിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി. തീരദേശ വികസനവും തുറമുഖ നവീകരണവും ലക്ഷ്യമിട്ട് 400 കോടി രൂപ വകയിരുത്തി മിഷൻ സമുദ്ര എന്ന ബൃഹത് പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 50 കോടി രൂപ ചെലവിൽ തെക്കൻ കേരള എക്കണോമിക് കോറിഡോർ നടപ്പിലാക്കും. വിമാനത്താവളങ്ങളുടെ ഏകോപിത
വികസനത്തിനായി 200 കോടി രൂപ നീക്കിവെച്ച ബജറ്റ് സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം വികസനത്തിന് മുൻഗണന നൽകുന്നു. പത്തനംതിട്ടയിൽ 17-കാരൻ ക്രൂരമർദ്ദനത്തിനിരയായ സംഭവം. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. പത്തനംതിട്ടയിലെ എലോഹിം ഗ്ലോബൽ വർക്ക്ഷിപ്പ് സെന്ററിൽ 17-കാരൻ ക്രൂരമർദ്ദനത്തിനിരയായ സംഭവത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഇന്നലെ രാത്രി ഇടുക്കി അണക്കരയിലെത്തിയാണ് പത്തനംതിട്ട ഇലവന്തിട്ട പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. കുടുംബത്തോട് പത്തനംതിട്ടയിലെത്താനാണ് പോലീസ് ആദ്യം ആവശ്യപ്പെട്ടത്. BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ രാജിവെച്ചു. ഗാർഹിക പീഡനത്തിനും വധശ്രമത്തിനും പോലീസ് കേസെടുത്തതിന് പിന്നാലെ BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ സ്ഥാനം രാജിവെച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം രാജിക്കത്ത് കൈമാറി. പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്റെ ചോരയ്ക്കായി പലരും ദാഹിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചാണ് ശ്രീകുമാറിന്റെ രാജി. ക്രൂരമായ മർദ്ദനമെന്ന ഭാര്യയുടെ പരാതി തനിക്ക് ശ്രീകുമാറിൽ നിന്നും സമാനതകളില്ലാത്ത ക്രൂരതയാണ് നേരിടേണ്ടി വന്നതെന്ന് ഭാര്യ പ്രിയങ്ക പരാതിയിൽ പറയുന്നു.